നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ മറ്റൊരു കൊലപാതക വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദുരൂഹമായ മരണങ്ങളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലായിരുന്നു വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിലിപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് പോലീസ് അന്വേഷണം എത്തിയിരിക്കുകയാണ്. വയനാട് വെള്ളമുണ്ടയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ അതിക്രൂരമായി കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ കേസിൽ പ്രതി മുഹമ്മദ് ആരിഫിന്റെ ഭാര്യയും അറസ്റ്റിലായിരിക്കുന്നത്. ഇവരും ഉത്തർപ്രദേശിൽ നിന്നുള്ള സ്വദേശികളാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ സൈനബയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സൈനബയുടെ അറിവോടെയാണ് കൊല്ലപ്പെട്ട മുഖീബിനെ മുഹമ്മദ് ആരിഫ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികൾ യുവാവിനെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷം കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ കൊല്ലാൻ തന്നെയായിരുന്നു ഇത്തരത്തിൽ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നത്. ശേഷം പുതുതായി വാങ്ങിയ കത്തി ഉപയോഗിച്ച് മൃതദേഹം കഷ്ണങ്ങളാക്കി ബാഗുകളിലാക്കി മാലിന്യം എന്ന വ്യാജേന ഉപേക്ഷിക്കുകയായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരാളെ കൊലപ്പെടുത്തി അതിനുശേഷം മൃതദേഹം ഇരുന്ന് അവരത് മുറിച്ച് 2 ബാഗുകളിലാക്കുമ്പോൾ അത്രയും ക്രൂരമായ ഒരു മാനസിക നിലയായിരിക്കണം അവരുടേത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭാര്യയുമായി ഈ കൊല്ലപ്പെട്ട മുഖീബിനുണ്ടായിരുന്ന ബന്ധമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്നിട്ട് ഇതേ ഭാര്യയുടെ സഹായത്തോടെ തന്നെയാണ് പ്രതി യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വെള്ളമുണ്ട കാപ്പിക്കണ്ടിയിൽ താമസിച്ചിരുന്ന മുറിയിൽ വെച്ച് മുഹമ്മദ് ആരിഫ് UP സ്വദേശി തന്നെയായ മുഖീബിനെ കൊലപ്പെടുത്തിയത്. പിന്നീട് ശരീരം 2 കഷ്ണങ്ങളാക്കി മൂളിത്തോട് പാലത്തിന്റെ ഇരുഭാഗത്തായി എറിയുകയായിരുന്നു. ഗുഡ്സ് ഓട്ടോ വിളിച്ച് ഒരു സൂട്ട് കേസിലും മറ്റൊരു കാർഡ്ബോർഡിലും ആക്കിയായിരുന്നു മൃതദേഹങ്ങൾ പാലത്തിന് സമീപം എറിഞ്ഞത്. ഒരാളെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹമാണ് എറിഞ്ഞതെന്നും പ്രതി തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറയുകയായിരുന്നു. ഇയാളാണ് പിന്നീട് പോലീസിന് വിവരം നൽകിയത്. താമസിച്ചിരുന്ന മുറിയിൽ അന്വേഷിച്ചെത്തിയ പോലീസ് മുഹമ്മദ് ആരിഫിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അടുത്തിടെ വരെ ആരിഫ് താമസിച്ചിരുന്ന മുറിക്ക് തൊട്ടടുത്ത് തന്നെയാണ് മുഖീബും താമസിച്ചിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് താൻ താമസിക്കുന്ന മുറിയിൽ മുഖീബിനെ കണ്ടതോടെ പ്രകോപിതനായ പ്രതി മുഖീബിനെ കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്ത വെള്ളമുണ്ട പോലീസ് ആരിഫിനെയും ഭാര്യയെയും ചോദ്യം ചെയ്യുകയാണ്. ഇനി മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ? ഇനി ഇതിനുപയോഗിച്ച ആയുധങ്ങൾ, ഇതിന് പിന്നിൽ ഈ ഭാര്യയുമായുള്ള ബന്ധം തന്നെയാണോ കൊലയ്ക്ക് പിന്നിലുള്ള കാരണം എന്നുള്ളതിലെല്ലാം തന്നെ ഒരു വ്യക്തത വരാനുണ്ട്. ഏതായാലും നാടിനെ നടുക്കിയ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിന് പിന്നാലെയായിരിക്കും വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ.